എൻ്റെ മുഖത്തുണ്ടായിരുന്ന എണ്ണിയാൽ തീരാത്ത അത്രയും മുഖക്കുരുകൾ ഞാൻ മാറ്റിയെടുത്ത കുറച്ച് ടിപ്സ് ഉണ്ട്. അത് 4 ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ സ്പെഷ്യലി മുഖക്കുരുള്ള സുന്ദരിമാർക്കും സുന്ദരന്മാർക്കും വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ മുഖം ഒന്ന് അടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും കുഴികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കുഴികൾ എല്ലാത്തിൻ്റെയും കാരണം ഒരുപാട് മുഖക്കുരു വന്നത് തന്നെയാണ്. അപ്പോൾ ഞാനിതെങ്ങനെയാണ് മാറ്റിയെടുത്തത്? അപ്പോൾ നേരത്തെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും സിറ്റുവേഷൻ വേസ്റ്റ് ആവുന്നവർ നമുക്ക് വെച്ചിരിക്കേണ്ടല്ലോ. ഒരു ലോഡ് മുഖക്കുരു വന്നിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. അപ്പം ഞാൻ ടിപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. അതിന് മുന്നേ എല്ലാവരും പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ വെൽക്കം ടു ദ ഫാമിലി. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നു പോവല്ലേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ മുന്നേ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള സംഭവം തന്നെയാണ്. വെളിച്ചെണ്ണയാണ്. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ വേണം എടുക്കാൻ. പാരഷൂട്ടിൻ്റെയൊക്കെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാറുണ്ട്. എനിക്കത് വർക്കായിട്ടില്ല. അപ്പോൾ എനിക്ക് വർക്കായ കാര്യമില്ല, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. എനിക്കത് വർക്കാകുന്നതിന് പകരം ഇതാണ് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് തന്നിട്ടുള്ളത്. ശുദ്ധമായ വെളിച്ചെണ്ണ എടുക്കുക. ഇതിപ്പോൾ ഈ കളർ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പനിക്കൂർക്കയുടെ ഇലയിട്ട് കാച്ചി വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ഇത് തന്നെയാണ് ഞാൻ തലയിൽ തേക്കാനും യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ചേ ഉള്ളൂ. മുഖക്കുരുവിന് വേണ്ടി യൂസ് ചെയ്യാൻ അടുത്ത എണ്ണ കാച്ചുന്നത് വരെ വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ കുറച്ചുള്ളത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇത് കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഒക്കെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇട്ട് കാച്ചുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് മുടി വളരാനുള്ള സംഭവങ്ങളിട്ട് കാച്ചുന്നതാണെങ്കിൽ അത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട. സാധാരണ നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ മാത്രം, പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് രാത്രി കിടക്കുന്നതിനും 1 മണിക്കൂർ മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ നമ്മുടെ മുഖക്കുരു എവിടെയാണോ ഉള്ളത് അവിടെ നമുക്കിതുപോലെ തൊട്ട് വെച്ച് കൊടുക്കാം. ഒരു തവണ തൊട്ട് വെച്ച കൈ വെച്ച് നിങ്ങൾ വേറൊരെണ്ണം ചെയ്യരുത്. ഓരോ വിരൽ വെച്ച് വേണം ഓരോന്നും ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിനി എല്ലാ വിരലും കഴിഞ്ഞിട്ടും ഉണ്ടെങ്കിൽ തുടച്ചിട്ട് അല്ലെങ്കിൽ കൈ കഴുകിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. കാര്യം എനിക്ക് അത്രമാത്രം മുഖക്കുരു ഉള്ളത് കൊണ്ട് നമ്മുടെ 10 വിരലിലൊന്നും നിൽക്കത്തില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നാരങ്ങയാണ്. നാരങ്ങ ഇങ്ങനെ എടുത്ത് അപ്ലൈ ചെയ്ത്, ഇത് ഞാൻ ചുമ്മാ കാണിക്കുന്നതാണ്. അത് നമുക്ക് ഒരു 3 തുള്ളി മാത്രം മതി. അതിങ്ങനെ എടുക്കുക. എടുത്തതിൽ പിന്നെ നമുക്കിതിനോടൊപ്പം ചേർത്ത് കൊടുക്കേണ്ടത് റോസ് വാട്ടറാണ്. ഇപ്പം ഞാൻ ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് നോക്കി പതുക്കെ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ ചെയ്യുന്നതാണ്. ഒരു കാര്യം കൂടെ പറയാം, ഞാൻ ഈ കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചിട്ട് കിടക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്തിട്ട് 1 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് കഴുകിയിട്ടോ തുടച്ച് കളഞ്ഞിട്ടോ കിടന്നുറങ്ങാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തരുന്ന പാക്സാണ്. ഇത് നമ്മൾ ഈ 1 മണിക്കൂർ ഇട്ടിട്ട് നിങ്ങൾ രാവിലെ എണീറ്റ് നോക്കും, നിങ്ങൾക്ക് ആ മുഖക്കുരു മുഴുവനായിട്ട് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് തടിപ്പൊക്കെ വരുന്ന ആ ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ഇതങ്ങ് വയ്ക്കാം. അപ്പോഴേക്കും നിങ്ങൾക്ക് രാവിലെ ആകുമ്പോൾ അത് മുഴുവനായിട്ട് പോയിട്ടുണ്ടാവും. പിന്നെ വലിയ മുഖക്കുരു ആണ്, ഇപ്പോൾ ഓൾറെഡി നന്നായിട്ട് ബൾജായി നിൽക്കുന്നതാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം വെച്ച് കഴിയുമ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നിർത്തരുത്, വീണ്ടും അടുത്ത ദിവസം കൂടെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ വെളിച്ചെണ്ണ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ നമ്മൾ ഈ നാരങ്ങയും റോസ് വാട്ടറും മിക്സ് ചെയ്തിട്ടുള്ള ആ പാക്കും കൂടെ അതേപോലെ ഒരു റെമഡി ആയിട്ട് വരുന്നത് തേനാണ്. തേനും ഞാൻ നേരത്തെ എങ്ങനെയാണോ നമ്മുടെ തേനും നമ്മുടെ നാരങ്ങ നീരും ഒക്കെ വെച്ചത് അതുപോലെ എടുക്കുക. തൊട്ട് നമ്മളിങ്ങനെ കൈകൊണ്ട് എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് കൊടുക്കുക. ബഡ്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഒരു ബഡ്സ് എടുത്തിട്ട് നമുക്ക് ഒരു പിമ്പിളിൽ വെച്ചിട്ട് അടുത്ത പിമ്പിളിലും അത് തന്നെ വെക്കേണ്ടി പാടില്ല. കൈ ആകുമ്പോൾ നമുക്ക് കഴുകി പെട്ടെന്ന് അങ്ങ് തുടച്ചൊക്കെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മുഖം ഒന്ന് കഴുകിയാൽ മതി, സാധാരണ വെള്ളത്തിലൊന്ന് കഴുകിയാൽ മതി. ഓക്കെ, അപ്പോൾ എന്താണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രാത്രി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് പകൽ മാത്രമേ സമയം കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ പകൽ 1 മണിക്കൂർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നാരങ്ങ നീരും നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി തന്നെ പ്രിഫർ ചെയ്യുക. ഏറ്റവും ബെസ്റ്റ് അത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് വരുന്നത് അലോവേര ജെല്ലാണ്. ഇത് നിങ്ങൾക്ക് പകൽ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ എങ്ങനെയാണോ വെച്ചത് അതേപോലെ അലോവേര ജെല്ലെടുത്ത് വെക്കുക. ഇത്രയും ഓപ്ഷൻസ് തരുന്നത് ഇതിലേതെങ്കിലുമൊക്കെ അല്ലേ നിങ്ങളുടെ കയ്യിൽ കാണുള്ളൂ. എല്ലാം ഉള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വെളിച്ചെണ്ണ വയ്ക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓയിലി സ്കിന്നിന് മുഖക്കുരുവിന് എങ്ങനെയാണ് വെളിച്ചെണ്ണ വർക്കാവുന്നതെന്ന്. കൂടുതൽ ചിന്തിക്കേണ്ട, ഒറ്റ തവണ നിങ്ങൾ വെച്ച് നോക്കൂ. ഞാനും ആദ്യം ഇങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷെ ഞാൻ ആ ഒറ്റ തവണ വെച്ചത് പിന്നെ ഞാൻ അതങ്ങ് ഫാനായി. അതുകൊണ്ടാണ് നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ തീരെ വിശ്വാസം ഇല്ലാത്തവരാണെങ്കിൽ ബാക്കി 3 റെമഡീസിൽ ഏത് വേണോ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. Bye bye, take care, love you all.